ഹലോ ഗേൾസ്, ഇന്ന് നമുക്കൊരു പെപ്പർ ചിക്കൻ തയ്യാറാക്കി നോക്കാം. അതിനായിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് അതിലൊരു പാൻ വെച്ച് പാനിലേക്ക് 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് 1 സ്പൂൺ കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. അത് നല്ല പോലെ ബ്രൗൺ നിറമായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇളക്കി ഒരു ചെറിയ ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് എരിവിന് നല്ല എരിവ് വേണ്ടവർക്ക് ഒരു കുഞ്ഞു പച്ചമുളക് അരിഞ്ഞു വെച്ചത് ഇടാം. ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അതിനുശേഷം കറിവേപ്പില, ആവശ്യമായ കറിവേപ്പില അതിലേക്ക് തൂവി കൊടുക്കുക. അതിനുശേഷം ഒരു ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി അതിലേക്ക് നമ്മൾ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആ തക്കാളി പേസ്റ്റ് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ പൊടികൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ മല്ലിപ്പൊടി വേണം, ചിക്കൻ മസാല വേണം, ജീരകപ്പൊടി വേണം, ഗരം മസാലയും ഇത്തിരി കൂട്ടണം. എന്നിട്ട് മിക്സ് ചെയ്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളതിലേക്ക് കഴുകി മാറ്റി വെച്ച 1 കിലോ ചിക്കനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ചിക്കൻ നല്ല പോലെ ആ ഗ്രേവിയിലൊക്കെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം വേവാൻ വേണ്ടി വെക്കുക. ചിക്കൻ അതിൽ നല്ല പോലെ വെന്ത് ഒരു പകുതി വേവാകുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് വീണ്ടും കുക്കാകാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് കുക്കായി വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി, അപ്പോഴേക്കും പെപ്പർ ചിക്കൻ റെഡിയാവാൻ ആയി തുടങ്ങി. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് പെപ്പർ ചിക്കൻ റെഡിയായി. അപ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൗളിലേക്ക് പെപ്പർ ചിക്കൻ സെർവ് ചെയ്ത് കഴിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്